കുറേ നാൾ മുമ്പ് ഞാനും ചേട്ടായും കൂടി ഇങ്ങനെ ചെമ്പപ്പറയ്ക്ക് പോയപ്പോൾ ഉണ്ടല്ലോ, ഇവിടെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ എന്തോ ആവശ്യത്തിന് പോയതായിരുന്നു, ആവശ്യം ഞാൻ മറന്നുപോയി. അപ്പോൾ ഇങ്ങനെ പോയപ്പോൾ ഒരു കടയിൽ മത്തങ്ങ ഇരിക്കുന്നത് കണ്ടേ. അപ്പോൾ എനിക്ക് മത്തങ്ങ പഴുത്തത് എവിടെ ഇരിക്കുന്നത് കണ്ടാലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മേടിക്കാൻ. നാടൻ മത്തങ്ങ കേട്ടോ, തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതല്ല. അപ്പോൾ ഇങ്ങനെ മത്തങ്ങ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ നമുക്ക് മത്തങ്ങ മേടിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി ഒരു കുഞ്ഞു മത്തങ്ങ ആയിരുന്നേ. അതെടുത്തിട്ട് നോക്കിയപ്പോൾ അപ്പുറത്ത് വലിയൊരു മത്തങ്ങ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ എനിക്ക് ആ മത്തങ്ങയും കൂടെ മേടിച്ച് തരാമോ എന്ന് ചോദിച്ചു. എന്നാൽ മേടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ അത് മേടിച്ച് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിരിക്കുക കേട്ടോ. അതിനകത്തത്തെ ആ കുഞ്ഞുമത്തങ്ങ ആണ് നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം പുഴുങ്ങി കഴിച്ചില്ലേ, ഓർക്കുന്നില്ലേ, തേങ്ങയൊക്കെ ഇട്ട്. അതിൻ്റെ ബാക്കി ഇതിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇത് ഒരു ദിവസം പായസം വെക്കണം. അപ്പോൾ ഞാൻ ഓർത്ത് എനിക്കിവിടെ പ്രിയപ്പെട്ട 2-3 പേരുണ്ട്, അപ്പോൾ അവർക്ക് വീട്ടിലും കൂടെ പിള്ളേരും എല്ലാവരും കൂടെ ഉള്ളപ്പോൾ വെക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാനിങ്ങനെ ഇരുന്നു. അപ്പോൾ കഴിഞ്ഞ 1-ാം തീയതി ഇങ്ങനെ രാവിലെ ഓർത്തേ, എന്നാൽ പിന്നെ ഇന്നൊരു പായസം വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിള്ളേർ പുറത്തോട്ട് പോയപ്പോൾ ജെഫിൻ വിത്ത് അയക്കാനൊക്കെ പോയപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഒരു 2 കിലോ ശർക്കരയും ഇച്ചിരി പായസത്തിനുള്ള സാധനം വേറൊന്നും വേണ്ട, ശർക്കരയും പാലും മാത്രം മതി, പിന്നെ ഇതിന് ചേർക്കുന്ന കപ്പലണ്ടിയും അങ്ങനെയുള്ളതൊക്കെ ഇല്ലേ, അതൊക്കെ മതി കേട്ടോ. അപ്പം മത്തങ്ങ നാടൻ മത്തങ്ങ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെത്തിയൊക്കെ അരിഞ്ഞപ്പോഴൊക്കെ എന്നാ കളറും അതിൻ്റെ ഒരു സൗന്ദര്യമൊക്കെ കാണും. ചുമ്മാ പച്ചയ്ക്ക് നമുക്ക് മറ്റേ റെഡ് ലേഡിയുടെ പപ്പായ എടുത്ത് കഴിക്കുന്ന പോലെ കഴിക്കാൻ തോന്നും, അങ്ങനത്തെ മത്തങ്ങ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അത് നന്നായിട്ട് എല്ലാം അരിഞ്ഞെല്ലാം പെറുക്കി വെച്ചു. ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഇപ്പോൾ ഇതിനകത്ത് വീഡിയോയ്ക്കകത്ത് കാണാമല്ലോ. അപ്പോൾ നമ്മൾ ഉരുളി വെച്ചു, മത്തങ്ങ നന്നായിട്ട് അരിഞ്ഞ് അന്നേരത്തേന് ഞാൻ ശർക്കര വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു, പിന്നെ തിളയ്ക്കാൻ വെച്ചായിരുന്നേ. 2 കിലോ എനിക്ക് തോന്നുന്നു മത്തങ്ങ ഒരു 3-3.5 കിലോ ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. എന്നിട്ട് പിന്നെ ഞാൻ വെളിയിലാണേ വെച്ചത്, അകത്ത് വെച്ചില്ല. വെളിയിൽ അടുപ്പിൽ ഇച്ചിരി കൂടുതലുണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ നമ്മുടെ ഉരുളി എടുത്ത് വെച്ച് വെളിയിൽ തീയൊക്കെ കത്തിച്ച്. അപ്പോൾ ഉരുളിക്ക് അടയ്ക്കാൻ നമുക്കൊരടപ്പില്ല, അതിന് മേടിക്കണം നമുക്ക്. അപ്പോൾ അന്നേരത്തേന് ഞാൻ ഓടിപ്പോയി 2 ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് ഇലയിട്ട് മൂടി കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ മത്തങ്ങ വേവിക്കാനായിട്ട് എന്ത് ചെയ്യണം, സാധാരണ ഞാൻ വേറെ പാത്രത്തിൽ വേവിച്ചിട്ട് ഈ ഉരുളിക്കകത്ത് നമ്മുടെ നെയ്യ് ഒഴിച്ചിട്ട് അതിനകത്തേക്കാണ് മത്തങ്ങ ഇട്ട് വരട്ടിയെടുക്കുന്നത്. പക്ഷേ ഇന്നലെ എനിക്ക് അത് അത്രേ ഉള്ളത് കൊണ്ട് അത് വേവിക്കാനുള്ളൊരു പാത്രം നമുക്കില്ല. നമ്മൾ ഈ പാത്രങ്ങളൊക്കെ ഇങ്ങനത്തെ താമസത്തിലൊക്കെ ഇല്ലാതായിപ്പോയി. ഇനിയിപ്പോൾ നമുക്കെല്ലാം മേടിക്കണേ. വീടുണ്ടെങ്കിലും നമുക്ക് സാധനങ്ങളൊക്കെ ഇനിയെല്ലാം സെറ്റാക്കണം. ഇതുപോലുള്ള ചില കാര്യങ്ങൾ വരുമ്പോഴാണ് അതിൻ്റെ ഒരു കുറവ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം ഞാനെന്ത് ചെയ്തു, അപ്പം നമ്മൾ പുതിയ ഐഡിയ തന്നെ അങ്ങ് വെക്കുമല്ലോ. ഉരുളിക്കകത്തോട്ട് തന്നെ വെള്ളവും ഒഴിച്ച്, ഇച്ചിരി വെള്ളം കൂടിപ്പോയി കേട്ടോ, അത്രയും വെള്ളം വേണ്ടായിരുന്നേ. പിന്നെ ആ ഒരു സമയത്ത് എനിക്ക് വിരുന്നുകാർ വന്നു അതിനെ കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് അവരുമായിട്ട് സംസാരിച്ചിരുന്ന്, വീഡിയോ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഓർത്തത്, എനിക്കൊരു പ്രസൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നവർ. അത് ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കാവേ, ഇതിനിടയ്ക്ക് കാണിക്കാമായിരുന്നു, നല്ലതായിരുന്നു കാണുമല്ലേ. എന്തായാലും അവർ വന്നു, എനിക്കത് തന്നിട്ട് പോയി. നേരത്തെയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മോനില്ലായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അമ്മയും അപ്പനും മോനും എല്ലാവരും കൂടെ, അപ്പനും മോനും എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്നൊരു വീഡിയോ ഷെയർ ചെയ്തിരുന്നില്ലേ, അതൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞിട്ട് അതിൽ തന്നെ ഇട്ട് അത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് നെയ്യ് അങ്ങ് ഒഴിച്ചു കേട്ടോ. നെയ്യ് ഒഴിച്ചു. നിങ്ങളാരും ഉപ്പിട്ടില്ലെങ്കിലും ഞാനിച്ചിരി ഉപ്പിടുവേ, എനിക്കിച്ചിരി ഉപ്പിടണം. ശർക്കര ഒഴിക്കുന്നതേ എടുക്കുന്ന വീഡിയോ എവിടെയോ മിസ്സായിപ്പോയി കേട്ടോ. അപ്പം ഞാൻ ആദ്യം നമ്മൾ ശർക്കര ഇട്ട് നന്നായിട്ട് വരട്ടിയെടുത്ത് കേട്ടോ. ഇതിനകത്തൊരു ഇതെന്ന് പറയുന്നത്, ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, മത്തങ്ങ നെയ്ക്കകത്തിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കണം. അതുപോലെ തന്നെ ശർക്കര ഒഴിച്ച് കഴിഞ്ഞ് ശർക്കരയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് വരളണം, എന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അതായത് മത്തങ്ങയുടെ ഇതും മാറണം, ഈ ശർക്കരയുടെ ഒരു ടേസ്റ്റില്ലേ അത് മാറിയിട്ട് ഇത് പായസത്തിൻ്റെ ടേസ്റ്റിലേക്ക് വരണമെങ്കിൽ നമ്മൾ അത്രയും നേരം അടുപ്പിലിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കണം. എത്ര നേരം അടുപ്പിൽ കിടന്ന് വരളുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കുമേ. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ നാക്കിൽ വെള്ളം വരാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ശർക്കര ഇട്ട് നന്നായിട്ട് വരണ്ട് കഴിയുമ്പോഴത്തേനും പാലൊഴിക്കണം. പാലൊഴിച്ച് ആദ്യത്തെ സെക്കൻഡ് പാലൊഴിക്കണം. സെക്കൻഡ് പാലൊഴിച്ച് കഴിയുമ്പോഴത്തേനും നന്നായിട്ടത് ആ പാലിൽ കിടന്ന് നന്നായിട്ട് വരണ്ട് വരണം. അന്നേരത്തേനും ഞാൻ പോയി ജീരകവും ഏലക്കായും പൊടിച്ച് വെച്ചു. അതുപോലെ തന്നെ നമ്മുടെ കപ്പലണ്ടി എല്ലാം കൂടെ എടുത്ത് വറുത്ത് വെച്ചു കേട്ടോ. വറുത്ത് വെച്ചിട്ട് പിന്നെ ചെന്നിട്ട് ഫസ്റ്റ് ആദ്യത്തെ പാൽ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി. പിന്നെ അന്നേരത്തേനും തീ കുറഞ്ഞായിരുന്നേ. നന്നായിട്ട് ഇളക്കി. പിന്നെ നമ്മുടെ പൊടിയും ചേർത്തു. പിന്നെ നമ്മളുടെ ഈ സാധനങ്ങളൊക്കെ അങ്ങ് ചേർത്തു. അത്രയേ ഉള്ളൂ കേട്ടോ മത്തങ്ങ പായസം.
ഞാനത് മൂന്നാമത്തെ പ്രാവശ്യം തോന്നുന്നു വീഡിയോ ഇടുന്നത്. എല്ലാവർക്കും അറിയാവുന്നതൊക്കെയാണ്, എന്നാലും ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിലും അവർക്ക് പ്രയോജനപ്പെടും. പിന്നെ എനിക്കൊരു വീഡിയോയും ആകുമല്ലോ, നമുക്ക് എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ വേണ്ടേ. സത്യം പറഞ്ഞാൽ നമ്മൾ പച്ചക്കറി ഇടുന്നതിനെക്കാട്ടിലും ഒക്കെ കൂടുതൽ നമ്മളിതുപോലെ എന്തെങ്കിലും തട്ടിക്കൂട്ട് ഫുഡൊക്കെ ഇടുമ്പോൾ ഒരുപാട് ആളുകൾ കൂടുതൽ കാണുമേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ, കാരണം നമ്മളൊരു സോഷ്യൽ മീഡിയയുമായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ സാധ്യതകളെല്ലാം പ്രയോജനപ്പെടുത്തണം എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. അതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മളുടെ പായസം പോകാനെല്ലാം റെഡി ആയിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം.